ബാവലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ഷംസീറിന്റെ മകൻ അദ്നാൻ 17 വയസ്സ്, പതിമംഗലം അഷ്റഫിന്റെ മകൻ ആഷിഖ് 15 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഞാൻ ആശ്രമനുമാണ്. ഞാൻ BJPക്ക് പോയിന്ന് പറഞ്ഞിട്ട് പലരും വിളിച്ചിരുന്നു. ഞാൻ BJPയിലോ ലീഗിലോ കോൺഗ്രസിലോ മാർക്സ് പാർട്ടിയിലോ ഒരു പാർട്ടിക്കും അങ്ങനത്തെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇന്ന് വരെ എല്ലാ പാർട്ടിയിലും നല്ല നേതാക്കന്മാരുണ്ട്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് 2 കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. ഇന്ന് രാവിലെ കേട്ടൊരു വാർത്ത, 2 മുത്തഅല്ലിമീങ്ങളായ ദർസ് വിദ്യാർത്ഥികളായ 15ഉം 17ഉം വയസ്സുള്ള 2 കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നൊരു വാർത്ത. മാനന്തവാടി, വയനാട് ജില്ലയിലെ മാനന്തവാടി ഒരു മക്കാമുണ്ട്. ആ മക്കാം ബാവാലി മക്കാം. ഈ മക്കാമിനടുത്തൊരു പുഴയുണ്ട്. ഈ പുഴയിലാണ് അത്ര കൊടുവള്ളിയിലുള്ള ദർസിലെ വിദ്യാർത്ഥികൾ ടൂർ പോയതാണ്. 2 ദിവസമായിട്ട് അവർ ടൂറിലാണ്. തിരിച്ച് വരികയാണ്, കോഴിക്കോടേക്ക് വരികയാണ്. വരുമ്പോൾ ഈ ഒരു മാനന്തവാടിയിലുള്ള വളരെ വലിയൊരു സൂഫി ഗുരുവാണ് ബാവാലി മക്കം എന്ന് പറയുന്ന ആ ഭാഗം അവിടെ സിയാറത്ത് ചെയ്തു. അങ്ങനെ ഈ പുഴയിൽ ഈ കുളിക്കാൻ ഇറങ്ങുന്നതിനിടെ കുട്ടികൾ അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് രാവിലെ കേട്ടൊരു വാർത്ത കേട്ടത്. അദ്നാൻ എന്ന് പേരുള്ള 17 വയസ്സുള്ളൊരു കുട്ടിയും അതോടൊപ്പം ആഷിഖ് എന്ന് പേരുള്ള 15 വയസ്സുള്ള കുട്ടിയും കോഴിക്കോടും കൊടുവള്ളിയിലുള്ള കുട്ടികളാണ്. ആ കുട്ടികളാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത്. അള്ളാഹു ആ കുട്ടികൾക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ഇപ്പോൾ സംഭവം അന്വേഷിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം, ഈ മുബഷിർ എന്ന പേരൊരു കുട്ടി ആദ്യം പുഴയിലിറങ്ങി അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. മുങ്ങിത്താണ് കണ്ടപ്പോൾ നീന്തൽ അറിയുന്ന ആഷിഖും അദ്നാനും കൂടി രക്ഷിക്കാൻ ശ്രമിച്ചതാണ് അത്രേ. ആ പൊന്നു മക്കളൊരു ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ മുബഷിറിനെ രക്ഷിച്ചു. പക്ഷേ സ്വയം അപകടത്തിൽ പെട്ടുപോയി ആര്? ഈ 2 പിഞ്ചു മക്കളും. 17 വയസ്സേ ഉള്ളൂ, 15 വയസ്സേ ഉള്ളൂ രണ്ടാൾക്കും. ആഷിഖിന് 15, അദ്നാനിക്ക് 17 വയസ്സ്. റബ്ബേ, ആ ഒരു വാർത്ത അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ ഉസ്താദുമാർ വലിയ പ്രയാസത്തിൽ. നമ്മളെല്ലാവരും ദുആ ചെയ്യുക. അതോടൊപ്പം നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കുക. ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അപകടങ്ങൾ നോക്കിക്കോ, ഈ ഒരു പുഴയിലും കുളത്തിലും മുങ്ങി മരിച്ചൊരു വാർത്ത. ഒന്നാമത് ഈ ടൂറ് പോകണം. അപ്പോൾ നമ്മൾ എത്രയോ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. ഇവിടെ നിന്നൊന്നും ഈ കുട്ടികൾ ഇങ്ങനെ ഈ രീതിയിൽ മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവരില്ല. പറയുമ്പോൾ സങ്കടമുണ്ട്. കൂടെ കൊണ്ടുപോകുന്ന ആളുകൾ നോക്കണം, ഇതൊക്കെ ഗൗരവമായിട്ട് നോക്കണം. ഒരു കുറ്റം പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുഴയിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ ഇറങ്ങാത്ത ഒരാളുകളെ കുട്ടികളെ കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. ഓരോ വീട്ടിൽ നിന്നും പറഞ്ഞാക്കുന്ന മക്കൾ ആരാണോ കൂടെ കൊണ്ടുപോകുന്നത് അവരോടുള്ളൊരു വിശ്വാസം കൊണ്ട് അവരെ കയ്യിൽ സംരക്ഷണം ഉണ്ട് എന്ന് കരുതിയിട്ടാണ് ആ മാതാപിതാക്കളെ റബ്ബെ എന്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുക. ഒരു കുട്ടി പുഴയിലൊക്കെ ഇത്തരം ഒരു വേനൽ സമയത്ത് പുഴയുടെ അടിയൊഴുക്കുകൾ, സ്വഭാവങ്ങൾ ഇതൊന്നും അറിയാതെ ഒരു പുഴയ്ക്കും ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ മക്കൾ ഇറങ്ങിപ്പോണത്? അത് കൊണ്ടുപോകണവൻ്റെ ശ്രദ്ധക്കുറവ് തന്നെയല്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. പറയുമ്പോൾ നിങ്ങൾ എന്നോട് വിരോധം തോന്നരുത്. ആ മക്കൾ 2 പേര് മരണപ്പെടുന്ന പടച്ചോൻ്റെ വിധി തന്നെയാണ്. അതിൽ ആർക്കും സംശയമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ വിധി ക്ഷമയോടുകൂടി ഉൾക്കൊള്ളല്ലാതെ നമ്മുടെ കയ്യിൽ മാർഗമൊന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ശ്രദ്ധിക്കാനിട്ടാണ്. മറിച്ച് പുഴയിലേക്ക് ഇറങ്ങുന്നത് പുഴ ഇങ്ങോട്ട് കയറി വരുന്നതല്ല, നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോണതാ. ഒരു പുഴ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നില്ല, അടുക്കളയ്ക്ക് കയറി വരുന്നില്ല. നമ്മൾ ആ പുഴയിൽ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ്. കാരണം ഇതൊരു വേനലാണ്. പുഴ കാണാൻ ഭംഗിയും സൗന്ദര്യമൊക്കെ ഉണ്ട്. നമ്മളേക്ക് ഇറങ്ങാൻ പാടില്ല. ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ പടച്ചോനെ. ആ വീട്ടുകാർ 15, 17 വയസ്സുള്ള മക്കളൊക്കെ ടൂർ പോയ മക്കൾ, മുത്തഅല്ലിമീങ്ങൾ, വലിയ ഉസ്താദുമാരാവാൻ കൊതിച്ചിരുന്ന ആളുകൾ വരുന്നത് കഫംപുടയിലാവുന്നൊരു കാഴ്ച ഉണ്ടല്ലോ. അതൊരു മാതാപിതാക്കളുടെ കണ്ണിന്ന് ആ കാഴ്ച പോകില്ല. ഒരു നാട് മുഴുവൻ തേങ്ങലോടെയാണ്. പടച്ച റബ്ബേ, നമ്മളെല്ലാവരും ദുആ ചെയ്യുക. ആ കുടുംബത്തിന് വേണ്ടി ക്ഷമ കിട്ടാൻ വേണ്ടി, യാതൊരു പ്രയാസം മരിച്ചവർക്ക് അല്ലാഹു സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഗൗരവത്തിൽ ആലോചിക്കുക. വേനൽക്കാലമാണ്, നമ്മളൊക്കെ ടൂറ് പോകണവരാണ്. ഒരിക്കലും ഇങ്ങനത്തെ ഒരു അപകടത്തിൽ നമ്മൾ ചാടാതിരിക്കാൻ. പുഴയിലും ഇതിൽ നിന്ന് ഇറങ്ങണ്ട. നമുക്കറിയാത്ത നമ്മുടെ അടുത്തുള്ള കുളത്തിൽ നിന്ന് ഇറങ്ങാം. നമുക്ക് അറിയണം, നമുക്ക് പരിചയമുള്ള കുളമാണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല. ഇതിൻ്റെ സ്വഭാവം അറിയാത്തത് കൊണ്ട് തന്നെ അടിയൊഴുക്കിൽ പെടും. ഇന്നിപ്പോൾ ചമ്പ്രവട്ടം കടവിൽ ഒരു മൊയ്ലിയരെ പോലത്തെ ഒരാൾ മരണപ്പെട്ടു. പുഴയിൽ പെട്ടുപോയതാ. അപ്പോൾ എന്തിനാ നമ്മൾ അതിലേക്ക് ഇറങ്ങണം? വീട്ടിലുണ്ടല്ലോ കുളിക്കാനുള്ള സൗകര്യം. ടൂർ പോകുമ്പോൾ അവിടെ തന്നെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ടൂർ പോവുക. നമ്മളെവിടെയും പോവുകയാണെങ്കിൽ നമ്മൾ താമസിക്കുന്നിടത്തൊക്കെ കുളിക്കാൻ സൗകര്യം ഉണ്ടല്ലോ. നന്നായിട്ട് ശ്രദ്ധിക്കാതെ ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കാൻ ഇടവരാതിരിക്കാൻ വേണ്ടി പറയുന്നത്. എന്നോട് നിങ്ങളും കൊണ്ട് വിരോധം തോന്നരുത്, ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. കാരണം അത്രയും സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. ഒരു വിനോദയാത്ര പോയിട്ട്, ടൂർ പോയിട്ട്, സിയാറത്ത് യാത്ര പോയിട്ട് മക്കൾ മരണപ്പെടുക എന്ന് പറഞ്ഞത് അത് കൊണ്ടുപോകണൊരു അശ്രദ്ധയെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അതിപ്പോൾ ആരിന്നോട് വിയോജിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വിചാരിച്ചത്, നാസർ മാനുക്ക ചാണകത്തെ ചവിട്ടൊരു വാർത്ത നമ്മൾ പറഞ്ഞിരുന്നു. അയാളൊരു BJPയുടെ പ്രകാശ് എന്ന് പേരുള്ള ഒരാളെ തിരഞ്ഞെടുപ്പ് അതിൽ പോയതാണ്. എന്ത് വന്നാലും അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യം. ഞാൻ ഒരു ന്യായീകരണം കേട്ടു. അസ്സലാമു അലൈക്കും, നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമനുമാണ്. ഞാൻ BJPക്ക് പോയിന്ന് പറഞ്ഞിട്ട് പലരും വിളിച്ചിരുന്നു. ഞാൻ BJPയിലോ ലീഗിലോ കോൺഗ്രസിലോ മാർക്സ് പാർട്ടിയിലോ ഒരു പാർട്ടിക്കും അങ്ങനത്തെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇന്ന് വരെ
എല്ലാ പാർട്ടിയിലും നല്ല നേതാക്കന്മാരുണ്ട്. പാവപ്പെട്ടവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ സഹായിച്ചു തന്നെ, അല്ലെങ്കിൽ അവരെ കൂടെ ഞാനും സഹായിക്കാൻ പോലുണ്ട്, അവരിൻ്റെ കൂടി സഹായിച്ചിട്ടുണ്ട്. അതെല്ലാ പാർട്ടിയിലുണ്ട്. അത്തരക്കാരുടെ കൂടെ കൂടുതലുണ്ട്. ഇത് അഡ്വക്കേറ്റ് പ്രകാശേട്ടടുത്ത് ഞങ്ങൾ എത്താൻ കാരണം വല്ലപ്പോഴുള്ള അനിഫാജിൻ്റെ ഒരു സ്റ്റേ ഓർഡർ കിട്ടാൻ വൈകിയെന്ന്. അപ്പോൾ അനിഫാജി വിളിച്ച് ഒരുപാട് സങ്കടം പറഞ്ഞു, എത്രയും പെട്ടെന്ന് വേണം. അതിനാണ് വക്കീലിനെ വിളിച്ചത് രാവിലെ. അപ്പോൾ വക്കീൽ പറഞ്ഞു അപ്പോൾ പോകണ്ടെത്തി ഉച്ചക്കിനെ വിളിച്ചാണ്ട് 4 മണിക്ക് അരിക്കോട്ടിക്ക് വരി മോനങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാറ്. അങ്ങനെ ഞാൻ അനിഫാജിനോട് പറഞ്ഞു 3 മണിക്ക് വരുമ്പോൾ അരിക്കോട്ട് പോകണം. അനിഫാജിക്ക് എന്താ പേരക്കുട്ടിക്ക് ഛർദിയായിട്ട് വരാൻ പറ്റിയില്ല. അതുള്ള കുട്ടിയൊക്കെ CPI മുപ്പളും ഞാനും ഇവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അരിക്കോട് നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഓഡിറ്റോറിയത്തിലുണ്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ ചെന്ന് അപ്പം 2-3 ആൾ ഞങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോയി. സ്റ്റേജിൽ ഇതിലാണ് പിന്നെ പ്രകാശേട്ടൻ ഇരിക്കുന്നത്. പ്രകാശേട്ടൻ കയ്യിൽ നിന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പിന്നെ സ്റ്റേ ഓർഡർ ഒന്ന് കിട്ടിയാൽ അനിഫാജി ആകെ വിഷമിച്ച് നേരെ വക്കീലായിരുന്നു. അത് പെട്ടെന്ന് ശരിയാക്കാൻ 2 ദിവസം കൊണ്ട് ശരിയാക്കാം, ഞാൻ വാട്സപ്പിൽ അയക്കാം. പിന്നെ എനിക്ക് 2 വാക്ക് മാനിനെ പറ്റി ഇവിടെ പറയേണ്ടി കാരണം അങ്ങനെ മൂപ്പരാൾ പിന്നെ ഇത് നാസർ മാനു പല ആൾക്കാർക്കും അറിയാം. അദ്ദേഹം ജാതി മത രാഷ്ട്രീയം ഇല്ലാതെ എല്ലാ വിഭാഗത്തിനും അദ്ദേഹത്തിന് കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുന്ന ആളാണ്. ഞാനും അദ്ദേഹത്തിനെ കൂടെ കുറേ പാവങ്ങളെ സഹായിക്കേണ്ടത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ ഒരു മനുവിനെ ഞാനൊന്ന് പിന്നെ ഒരു ആദരവ് കൊടുക്കാറുണ്ട്. ഒരു പിന്നെ സ്റ്റാളിനെ അണിച്ചു. അതിൻ്റെ ശേഷം എന്നോട് 2 വാക്ക് പറഞ്ഞിട്ട് മനു പോയിക്കൊള്ളിയാറ്. അങ്ങനെ ഞാനും അവിടെ പറഞ്ഞത് എനിക്കൊരു പാർട്ടിയിലും അങ്ങനത്തില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ പിന്നെ പങ്കാളിത്തില്ല. എല്ലാ പാർട്ടിയിലും നല്ല വ്യക്തികളുണ്ട്, ഒലക്കൊപ്പം ഞാൻ കൂടുതലുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെയാണ് എനിക്കിഷ്ടം. നിങ്ങളൊന്ന് സഹായിച്ചു നോക്കി. ഇപ്പം എൻ്റെ മോൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ മോനെ ആയിരക്കണക്കിന് ആൾക്കാരെ പ്രാർത്ഥന ഇട്ട് ആരാണ് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് അറിയില്ല. അല്ല അപ്പം നമുക്കൊക്കെ എല്ലാവരും രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റും. അങ്ങനെ നല്ല സൗഹാർദ്ദപരമായ ഒരു വാക്കുകൾ പറഞ്ഞ് ഞാനും തന്നെ നിർത്തി പോന്നു. പിന്നെ ഇത്രയും വിവാദമാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇപ്പോൾ ചിലവർ പറയുന്നത് ED മേടിച്ചിട്ടാണ്. നിൻ്റെ എല്ലാ കണക്കും ബാങ്കൊക്കെ പരിശോധിക്കുക, അതിൽ എന്താ ഉള്ളത്, അതിൻ്റെ സത്യം എന്താണെന്നുള്ളത്. ഞാൻ ഹറാമായ ഒന്നും തിന്നില്ല. എൻ്റെ പടച്ചോനെ എനിക്ക് പേടിയുള്ളൂ, പടപ്പുകളല്ല. എൻ്റെ പടച്ച റബ്ബിനെ എനിക്ക് പേടിയാണ്. പടച്ച റബ്ബിൻ്റെ കൂടെ ഉണ്ടെന്നും എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് ഗ്യാരണ്ടിയാണ്. ഒരു എവിടെ എന്നെ വിഷമിപ്പിക്കില്ല. ഇപ്പോൾ അനാവശ്യമായിട്ടാണ് പലരും ഈ വീഡിയോ എടുത്ത് കണ്ട് ഇല്ലാത്ത ഞാൻ BJP പോയി മറ്റേ പോയി പറിച്ചു പോയി എന്നിട്ട് എന്നെ ഇടങ്ങറാക്കുന്നത്. നിങ്ങൾക്ക് അതിൽ സുഖം കിട്ടിയ സന്തോഷം കൊണ്ട് നിങ്ങൾ ആസ്വദിക്കും. റബ്ബിൻ്റെ കോടതിയിൽ നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരും. ഞാനൊരിക്കലും ഒരാൾ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കില്ല. എൻ്റെ ജീവിതം തന്നെ മരണം വരെ പാവപ്പെട്ടവരെ ജാതി മതം രാഷ്ട്രീയമൊക്കെ മറന്ന് അർഹതപ്പെട്ട പാവങ്ങളെ സഹായിച്ചുകൊണ്ടുള്ള യാത്രയിലാണ്. ആ മരണം അവസാനം അന്നും പാടെ മറ്റുള്ളവരെ സഹായിച്ച് മരിച്ചു പോകണേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. നാസർമാനിക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് മഴക്കുന്നത്? തെറ്റു പറ്റി എന്നിട്ട് പറഞ്ഞാൽ പോരെ. നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾക്ക് സുഹൃത്തോ നിങ്ങളുടെ വലിയ വെൽഫെയറോ എന്തെങ്കിലും ആവട്ടെ, നിങ്ങളുടെ മകൻക്ക് അപകടത്തോട് സഹായിച്ചാണെങ്കിലും നിങ്ങൾ ചെല്ലുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിനാണ്. നിങ്ങൾ അയാളെ പേഴ്സണലി കാണുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കേക്ക് മേടിച്ചു കൊടുക്കുക, ബിരിയാണി, ഇതുപോലെ അല്ലല്ലോ. എന്നിട്ട് അതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളോട്. ഇപ്പോൾ ജനം മുഴുവനും നിങ്ങളെ കയ്യൊടുന്നൊരവസ്ഥയിലേക്ക് സ്വയം എത്തിക്കണം. എന്തിനാണ് നിങ്ങൾ BJP മെമ്പർഷിപ്പ് എടുത്തെന്നോ നിങ്ങൾ മറിച്ചാളായെന്ന് ചാണകത്തെയോ EDF ഇതൊന്നും അല്ല പറയണത്. നിങ്ങൾ അയാളുടെ പ്രചരണത്തിന് പോയത് 100% തെറ്റാണ്. അത് നിങ്ങൾ തെറ്റാണ്, തെറ്റുപറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നാസർമാനൊക്കെ നിങ്ങളൊരു സാധാരണക്കാരല്ല, നിങ്ങൾ പൊന്നുപോലെ സ്വീകരിച്ചേനെ. മറിച്ച് നിങ്ങളിത് എന്താ പറയുക, ന്യായീകരിച്ച് ഇങ്ങനെ മെഴുകിയിട്ട് വഷളാവാൻ നിൽക്കല്ലേ. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. കാരണം നിങ്ങൾ അതിനെ ന്യായീകരിക്കണം, അതിനേക്കാൾ വലിയ തെറ്റാണ്. ഒരു തെറ്റിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ തെറ്റ് വേറുണ്ടോ? എന്തൊരു നാണക്കേടാണത്. നിങ്ങളൊരു BJPയുടെ ഒരാളെ തിരഞ്ഞെടുപ്പാണ്. ഇവരൊക്കെ ഒരു ഇതാവാൻ എന്തും ആവാൻ വേണ്ടിയിട്ട് MLA ആവാൻ വേണ്ടി എന്ത് ചെയ്യുന്ന പാർട്ടിക്കാരെ പിന്നാലെ പോകാമെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ശരി പ്രയാസം തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കല്ലേ. നിങ്ങൾ ന്യായീകരണത്തോളം അശ്ലീലത വേറെ ഒന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ ഇട്ട വീഡിയോയിൽ എന്ത് ശബ്ദങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത് ചില ടെക്നിക്കൽ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ഇതിൽ ഈ വിഷയത്തിൽ ഈ ന്യായീകരണം കേട്ടിട്ടും എനിക്ക് മനുഷ്യനോട് യാതൊരു സഹതാപം തോന്നുന്നില്ല. അത് ഉൾക്കൊള്ളാനും പ്രയാസമാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും ആ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ന്യായീകരണത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.